ഹലോ! ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. അതായത് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ യൂട്യൂബ് അത് റിമൂവ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ദിവസം മുന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെയ്ത ചെറിയൊരു വ്ളോഗ്, അമ്പലത്തിൽ പോകലും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കൽ കഴിക്കൽ അങ്ങനെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അത് ഞാൻ ഷോർട്ടായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോയ്ക്കാണ് ഇങ്ങനെ യൂട്യൂബ് അത് റിമൂവ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ചൈൽഡ് വയലേഷൻ എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഞാനും എൻ്റെ മോനുമായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയും അത് കഴിക്കില്ല, വേണ്ട, ഈ കാർട്ടൂൺ വെച്ചിരണം എന്നാലേ കഴിക്കുള്ളൂ. നമ്മൾ സാധാരണ പറയും ഇല്ല വേണ്ട, അത് കാണണ്ട, നീ ആദ്യം ഫുഡ് കഴിക്കുന്നിട്ട് കാർട്ടൂൺ വെച്ചുതരാം എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ അത് അതേപോലെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മെമ്മറീസ് അങ്ങനെ നമ്മൾ വീഡിയോ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അത് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും യൂട്യൂബ് അത് ഒരു വയലേഷനായിട്ട്, ഒരു ചൈൽഡ് വയലേഷൻ നമ്മൾ കുട്ടികളെ നമ്മൾ പറയിപ്പിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ചൈൽഡ് വയലേഷൻ എന്നുള്ള ഒരു രീതിക്കായിരിക്കും അത് ചൈൽഡ് വയലേഷൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം യൂട്യൂബ് നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അത് കാണിച്ചാൽ തന്നെ ആൾ പറയും അത് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അൺലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് റിമൂവ് ആണ് ചെയ്തത്. കാരണം ഷോർട്സിലൊന്നും ഇങ്ങനത്തുള്ള ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ലോങ് വീഡിയോയ്ക്കാണെന്നുള്ള പ്രശ്നം കണ്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഷോർട്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളെ ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കൽ, അവരുടെ ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു പോസിറ്റീവായിട്ട് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ തോന്നിയിട്ടുണ്ടാവാം ഇത് പോസിറ്റീവായിട്ടുള്ളതല്ല, നമ്മൾ കുട്ടികളെ കൊണ്ട് ഓരോന്ന് പറഞ്ഞപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ വിഷ് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും യൂട്യൂബ് അത് റിമൂവ് ആക്കിയത്. ഇത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു പോളിസി ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് ആയിരിക്കും എനിക്ക് അറിയാത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരുപാട് പേര് ബിഗിനേഴ്സ് ഉണ്ടാവും. ഒരുപാട് പേര് മുൻ യൂട്യൂബിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട്, വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് അറിയായിരിക്കും. പക്ഷേ ബിഗിനേഴ്സിന് ഇത് അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കൂടി ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പലവരും നേരിടാത്തവരുണ്ടാവാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് നമ്മളത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.